ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇപ്പം സമയം ഇപ്പോൾ ഏകദേശം 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് വന്നത് കേട്ടോ. എഴുന്നേറ്റ് കുറച്ച് നേരം കിച്ചണിലേക്ക് വരാനായിട്ട് കുറച്ച് സമയം എടുത്തു. ഇന്ന് ആകെ കൂടെ ഒരു താളം തെറ്റിലായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ തുടങ്ങി ഒരു പൊട്ടലും ചീറ്റിലും, തലവേദന, മൂക്കൊലിപ്പ്, മൂക്കടച്ചിൽ, അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ. എന്നാൽ രാത്രി കിടക്കണതിന് മുന്നേ തലയിൽ പച്ചവെള്ളം കോരി ഒഴിച്ചു, അതിൻ്റെയാണ് തോന്നണേ. അപ്പോൾ അതുകൊണ്ട് നേരം വെളുത്ത് എഴുന്നേക്കാനും ഒരു മടി. പിന്നെ സൺഡേ ആയതുകൊണ്ട് പിന്നെ നമുക്ക് അന്നത്തെ ദിവസമാണല്ലോ ഓഫുള്ളത്. അപ്പോൾ അന്നും എഴുന്നേക്കാൻ അതിലും വലിയ മടിയായിരിക്കും. എങ്ങനെയൊക്കെയോ ആരൊക്കെയോ കുത്തിപ്പൊക്കി എന്നെ എഴുന്നേൽപ്പിച്ച് ഞാൻ ഒരു കണക്കിന് അടുക്കളയിൽ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എത്തിക്കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഫസ്റ്റ് കലാപരിപാടികൾ കർട്ടൻ പൊക്കി വയ്ക്കുക, ജനല തുറന്നിടൽ, ഇതൊക്കെ തന്നെയാണല്ലോ. ഇതൊക്കെ തന്നെയല്ലേ നിങ്ങളെപ്പോഴും കാണുന്നത്. അതൊന്നും കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കണില്ല, അതുകൊണ്ട് അതൊന്നും കാണിച്ചില്ല. പിന്നെ എന്നത്തെ പോലെ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്തു. അങ്ങനെ അതേ പാല് കിടുങ്ങുകൾക്കൊക്കെ ചായ ഉണ്ടാക്കാനായിട്ട് പാലടുപ്പത്ത് വെച്ചു. അപ്പം ഞാൻ ഇന്നലെ രാത്രി പിള്ളേർക്ക് മുട്ട കൊടുത്തിട്ട് അതിൻ്റെ മുട്ടത്തോട് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു വളം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ മുട്ടത്തോട് സബോളത്തോണ്ടും അത് ചകിരിയുടെ നാരൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായി. അപ്പം ഞാൻ അതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടു കേട്ടോ. അതൊന്ന് മണത്ത് നോക്കി അങ്ങോട്ട് പോയുള്ളൂ. അപ്പോഴേക്കും തുടങ്ങി തുമ്മൽ എന്താണ് ഒരു നേരെ വെളുത്ത് എനിക്ക് അങ്ങോട്ട് തുമ്മിയില്ലെങ്കിൽ തുമ്മലിന് തന്നെ ഒരു സങ്കടമാണെന്ന് എനിക്ക് തോന്നണേ. ഒരു 10-20 തുമ്മൽ എങ്ങനെ പോയാലും ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ തുമ്മണുണ്ട്. ഇതുപോലെ തന്നെയാണ് എൻ്റെ മൂത്തതിനും പൊന്നൂനും ഇതുപോലെ തന്നെയാണ്. ചേട്ടൻ്റെ അതേ പ്രകൃതക്കാരൻ. ചേട്ടന് അലർജിയുടെ ആളാണല്ലോ. അപ്പോൾ ഇനി എ സിയുടെ തണുപ്പടിച്ചിട്ടുണ്ടോ, ഒന്നാമത്തെ പൊടിയൊക്കെ ഉണ്ട് വീടിൻ്റെ ഉള്ളിൽ, അതൊക്കെയാണെന്നാണ് എനിക്ക് തോന്നണത്. അങ്ങനെ പിന്നെ അടുത്ത പതിവ് കലാപരിപാടികളിലേക്കൊക്കെ കിടന്നു. ബെഡ്ഷീറ്റും തലോണ കവറൊക്കെ ഒന്ന് കഴുകാനെടുക്കുന്ന ദിവസമാണല്ലോ. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇത് എടുക്കാറുള്ളൂ. ആദ്യമൊക്കെ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഡ്യൂട്ടി ജോലിത്തരം കാരണങ്ങളൊക്കെ ആയിട്ട് അതിനൊന്നും നേരം കിട്ടാറില്ല. അപ്പോൾ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം എടുത്ത് ചെയ്യണുള്ളൂ. പിന്നെ അത്ര വലിയ ചാടി മറിഞ്ഞാൽ നമ്മൾ ചെളിയൊന്നും ആക്കില്ല. അവരങ്ങനെ റൂമിലൊന്നും കയറി കളിക്കുന്ന പിള്ളേരല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെളിയൊന്നും ആവില്ല. അവരെപ്പോഴും ഹാളിലൊക്കെ ഇരുന്ന് തന്നെ കളിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്ത് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ബെഡ്ഷീറ്റാണ് കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് മേടിച്ച സമയത്ത് നല്ല പെർഫെക്റ്റ് കട്ടിയിലിരുന്ന കേട്ടോ. പക്ഷെ അത് അലക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ കട്ടിയൊക്കെ പോയി ചുരുങ്ങിപ്പോയി. പക്ഷേ കളറൊന്നും പോയിട്ടില്ല. വേറെ യാതൊരു പ്രശ്നങ്ങളും ബെഡ്ഷീറ്റിനില്ല കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. ആ കട്ടി പോകുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ വിരിക്കാനും കിടക്കാനും ഒന്നും യാതൊരു പ്രശ്നമില്ല. അങ്ങനെ അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴും ചേട്ടൻ പറഞ്ഞത് അന്ന് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടത്, നിനക്ക് തീരെ വയ്യല്ല, പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും ഇന്ന് ലഞ്ചിന് മീനാണ്. അപ്പം മീൻ വാങ്ങിക്കാൻ എന്തായാലും പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി വരാമെന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കാമെന്നാണ് ആദ്യം ആൾ പറഞ്ഞത്. അന്ന് ഡ്രസ്സ് മാറാൻ പറഞ്ഞ് ഞാൻ വേഗം ഡ്രസ്സ് മാറി. അപ്പോഴുണ്ട് ഈ ഒരു രംഗം ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ കണ്ടത്. പിന്നെ അത് കട്ട് ചെയ്യാൻ നിന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ ഇന്നലെ രാത്രി എൻ്റെ വീട്ടിലെ കിടന്നുറങ്ങി. അതിൽ പൊന്നു രാവിലെ എഴുന്നേറ്റ് വന്നു, ഡുണ്ട് എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ പിന്നെ അതിനെ മുഖം കഴുകിച്ച് കൂടെ കൂട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഇവിടെ ഇരുന്ന് കിണിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ പൊന്നൂനെയും കൂടെ വിളിച്ചു. ഡുണ്ട് എഴുന്നേക്കാത്തതുകൊണ്ട് അവളെ കാണാണ്ട് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ അന്നമ്മനോടെ VKR മാർട്ടിൻ്റെ ഫ്രണ്ടിലൊരു ഫിഷിൻ്റെ ഇതുണ്ട്, അവിടെ നിന്ന് ഞങ്ങൾ മേടിക്കാറ്. നല്ല മീനുകളാണ്. ഇതുവരെ കുഴപ്പമൊന്നും ഇതുവരെ കാണിച്ചിട്ട് കണ്ടിട്ടില്ല. ഒത്തിരി മീനുകളുണ്ടായിരുന്നു കേട്ടോ. പിലോപ്പി, പൂമീന, ചെമ്പല്ലി, ചൂര, അയില, അങ്ങനെ കുറേ മീനുകളുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ മേടിച്ചത് ഇതേപ്പോൾ ചേട്ടനിപ്പോൾ തൊട്ട് കാണിക്കില്ലേ, അതാണ് വാങ്ങിച്ചത് കേട്ടോ. ചൂരയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. നല്ല മീനുണ്ട്, പിള്ളേർക്ക് നല്ല ഇഷ്ടം. അത് വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ കഷ്ണം പോലെ ഇരിക്കും. കഷ്ണം മീനാണല്ലോ, വിലയുണ്ട് കേട്ടോ. അപ്പം പിന്നെ അത് ആ വലിയ ചൂര തന്നെ വാങ്ങിച്ചിട്ട് അവർ തന്നെ അത് കട്ടാക്കി തരും. വീട്ടിലൊക്കെ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്യാനൊക്കെ നേരം പോലെ അതിന് വേണ്ടി ഒരാളവർ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവരത് കട്ട് ചെയ്ത് തന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ചേട്ടനാണെന്ന് മീൻകറി വയ്ക്കണം. അപ്പോൾ സ്പെഷ്യൽ മീൻകറിയുടെ റെസിപ്പി ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന വഴിക്ക് ചായ കുടിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ പൊന്നു പല്ലൊന്നും തേച്ചിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ എന്നാൽ പാഴ്സൽ വാങ്ങാമെന്ന് വെച്ചിട്ട് അവിടെ പോയി പാഴ്സൽ വാങ്ങി വന്നു, ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ചായയുടെ ഒരു ഗുണം ഞാൻ ആ ഷോർട്സിലിട്ടിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ദോശ നല്ലതായിരുന്നു, ചായയുടെ പൊലിമ ഞാൻ ആ ഷോർട്സിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ചേട്ടൻ മീനൊക്കെ കൊണ്ടുവന്ന് കഴുകി. ചേട്ടനായിട്ട് മീൻ കറി വയ്ക്കുന്നത്. ചേട്ടൻ നല്ലൊരു കുക്കാണ്, നല്ല സൂപ്പറായിട്ട് കറികൾ വയ്ക്കും. ഫിഷും മീറ്റൊക്കെയാണ് ആളുടെ മെയിൻ സാധനങ്ങൾ. പക്ഷേ പച്ചക്കറികളും അങ്ങനെ അധികം വെക്കില്ല കേട്ടോ. സാമ്പാർ വെക്കും, പക്ഷെ അത്രയ്ക്ക് അങ്ങ് രുചി വരില്ല. ഫിഷ്, മീൻ, താറാവ്, ഈസ്റ്ററിന് നോൺ വെജ് വെച്ചേക്കുന്നതൊക്കെ ചേട്ടനാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. താറാവ് കറിയൊക്കെ എന്തൊരു സൂപ്പറായിരുന്നു എന്നറിയോ. അപ്പോൾ അതുകൊണ്ട് ആൾ നന്നായിട്ട് കറി വെപ്പിക്കും. അപ്പോൾ മീൻ കറി ഇത് ആൾ വറക്കാനുള്ള മീനാണെന്ന് തന്നെ മുളകും മഞ്ഞളും കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ തേച്ച് ഫ്രിഡ്ജിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാമെന്ന് ഓർത്ത്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് അതിൻ്റെ അത് സെറ്റായിക്കോളൂല. അപ്പോൾ അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കണ്ട കേട്ടോ.
ഇനി മീൻകറിക്കുള്ള തയ്യാറെടുപ്പുകൾ അതിൽ ആളെടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സബോള, കറിവേപ്പില. ചെറിയുള്ളി ഇട്ട് മീൻകറി വയ്ക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇന്നിപ്പോൾ ആള് ചെറിയുള്ളി ഇട്ട് വയ്ക്കാറ്. പക്ഷേ ചേട്ടൻ പറഞ്ഞു വേണ്ട നമുക്കിത് സബോളയിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ചേട്ടൻ സബോളയിലാണ് ഇന്ന് വെക്കണത് കേട്ടോ. അങ്ങനെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സബോളകളൊക്കെ ഒന്ന് നന്നായിട്ട് അരിയട്ടെ. എൻ്റെ പോലെ ഇല്ല കേട്ടോ, ആൾ നല്ല സൂപ്പറായിട്ട് സബോള അരിയും. ഞാൻ അരിഞ്ഞ ചക്ക കഷ്ണം പോലെ അരിയുള്ളൂ. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ചോപ്പർ മേടിച്ചെന്നൊക്കെയാണ്. എനിക്കിത് അങ്ങനെയൊന്നും അരിയാറില്ല കേട്ടോ. അങ്ങനെ അരിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ 5 വിരലിൻ്റെ കഷ്ണങ്ങൾ താഴെ വീഴും. വിരലായിരിക്കും ചിലപ്പോൾ ഞാൻ അരിയാൻ പോണത്. അപ്പോൾ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോളൂ. കമൻസൊക്കെ തീരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെടണമെങ്കിലും കമൻസിലൂടെ നിങ്ങളത് അറിയിച്ചോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇനി കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ. അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിക്കോളൂ. അപ്പോഴാണ് എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ പിന്നെ ഈസ്റ്ററൊക്കെ നന്നായിട്ട് നിങ്ങൾ ആഘോഷിച്ചില്ലേ? ഞാനിവിടെ ഈസ്റ്ററൊക്കെ നന്നായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. കുറേ നാളിന് ശേഷം ഈസ്റ്റർ ഇങ്ങനെ ചേട്ടനുള്ളപ്പോൾ ഇങ്ങനെ ആഘോഷിച്ചത് കേട്ടോ. ഒറ്റ സമയത്തും ചേട്ടനോടെ ഉണ്ടാവാറില്ല. അപ്പോൾ പിന്നെ ഇന്ന് നല്ല സൂപ്പറായിട്ട് ഈ പ്രാവശ്യം അങ്ങ് ആഘോഷിച്ചു. അങ്ങനെ സബോള അരിയുന്നുണ്ട്. പിന്നെ ചട്ടി വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടിയിൽ മീൻ കറി വയ്ക്കുന്നതായിക്കോട്ടെ എപ്പോഴും ഏറ്റവും നല്ലത്. അങ്ങനെ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, അതിനകത്ത് കടുക്, ഉലുവ ഇത് പൊട്ടിച്ചു. അത് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി അതിനകത്ത് ഇട്ടു, പച്ചമുളക് ഇട്ടു. ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. അതൊന്ന് ആ പച്ചക്കുത്ത് മാറി കഴിയുമ്പോൾ സബോള ഇടാം. എന്നിട്ട് സബോള ഇട്ട് നന്നായിട്ട് ഒരു നുള്ളി ഉപ്പിടണം കേട്ടോ, സബോള വേഗം വഴന്ന് കിട്ടാനായിട്ട്. അപ്പോൾ അപ്പുറത്തെ ബർണറിൽ നമ്മൾ കുറച്ച് കുടപ്പുളി, ഒരു 5-6 അല്ലി കുടപ്പുളി ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിക്കുക. അത് നല്ല തിളച്ച കുടപ്പുളിയുടെ കളറായി കഴിയുമ്പോൾ ഒഴിക്കാനുള്ളതാണ്. എന്നിട്ട് സബോളയൊക്കെ വഴണ്ട് കഴിയുമ്പോൾ അതിനകത്ത് പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇത്രയും പൊടികളിട്ട് അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ ഈ തിളപ്പിച്ച് വെച്ചാൽ കുടപ്പുളി വെള്ളം അതിനകത്തേക്ക് അങ്ങനെ തന്നെ ഒഴിക്കുക. ഇനി ആ വെള്ളം തിളച്ച് കഴിയുമ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉപ്പിട്ടിട്ട് മൂടി വയ്ക്കണം. ഇനി ആ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൽ മീനിട്ട് കൊടുക്കാം. മീൻ വെന്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും. അതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണ തെളിഞ്ഞ് നിൽക്കും കറിയുടെ മുകളിൽ. അതിനർത്ഥം മീൻ വെന്തു എന്നാണ്. അത്രേ ഉള്ളൂ. പിന്നെ അതിൻ്റെ മുകളിൽ ഇത്തിരി പച്ച വെളിച്ചെണ്ണ കൊണ്ട് വെച്ച് കറിവേപ്പിലിട്ട് മൂടി വയ്ക്കുക. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് വയ്ക്കാം. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായത് അതും ചൂടാക്കി ഫ്രിഡ്ജിൽ നിന്ന് മീനെടുത്ത് അതും വറുത്തു. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബൈ.